കഥയല്ലിത് ജീവിതം. നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി ലീലാമണി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ ജി വാസവൻ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രസീന വിശ്വംഭരൻ. എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിത് ജീവിതം. ഈ മൂത്ത അളിയൻ്റെ മകളാണ് ഈ വിവാഹത്തിനൊരു ആലോചനയിട്ട്. അവരുടെ വീട്ടിൽ ഞങ്ങളൊരു ആണ്ടിന് ചെന്നപ്പോൾ ഇതുപോലെ ഈ കുട്ടിയെ കണ്ടപ്പോൾ കൊണ്ട് വീട്ടുകാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്, ഞാൻ പോയില്ല, അവരൊക്കെ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു, എടി ഈ കൊച്ചിനെ അയക്കുമോ എന്നൊക്കെ ചോദിച്ചവൻ പറഞ്ഞു, ആ അയക്കുമോ പറ്റി, ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. തള്ളേന്നത്തേക്ക് എങ്ങനെ ഉണ്ട്, ആ തള്ളേന്നത്തേക്ക് ഇപ്പോൾ ഇവിടെ കയറി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിവാഹമൊക്കെ അങ്ങ് നടത്തിക്കാനുള്ളൊരു ഏർപ്പാട് ആ പെണ്ണ് ചെയ്യിച്ചു എന്ന് ഉള്ള കാര്യം പറഞ്ഞു. സത്യത്തിൽ അവർക്കും പോക്കില്ല, എനിക്കും പോക്കില്ല. അവരൊരു 5 പവൻ്റെ സ്വർണ്ണവും ഒരു 5 സെൻറ്റ് സ്ഥലവും അതിലൊരു 3 സെൻറ്റേ വെക്കുള്ളെന്ന് കൊടുക്കും പറഞ്ഞു. അതൊക്കെ വെക്കൂടെയെന്ന് ഞാൻ ചോദിച്ചാൽ അതൊക്കെ വെക്കുമെന്ന് പറഞ്ഞു. അത് മതിയെന്നും പറഞ്ഞു. ഒരു 25,000 രൂപ എൻ്റെ വീട്ടിൽ തന്നിട്ടുണ്ട്. അത് 2 തവണയായിട്ട് തന്നു. ആ കല്യാണത്തിൻ്റെ തലേന്ന് ആർക്കാ സ്വർണം മേടിച്ച് ഇവരെ ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ സാറേ ഞാൻ തീർത്തൊരു അഭിപ്രായമാണ്, സമയമില്ലാത്തതുകൊണ്ട്. ഇതിൽ ഞങ്ങൾ വേറെ ഒരു തരത്തിലും നമ്മൾ കടക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. ഞാൻ മറുപടി അച്ഛൻ പറയേണ്ടല്ല. എന്താണ് അച്ഛനെ കൊണ്ട് മരുമോള് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ഉത്തരമാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അവളെ വീട്ടിൽ കയറി എന്നും ചെല്ലുമ്പോഴത്തേന് ഇങ്ങനൊരു അഭിഖ്യാതകൾ അച്ഛൻ അവളെ മുമ്പ് വെച്ച് പറയാറുണ്ടായിരുന്നോ? ഒന്നും ഞങ്ങൾ ഇതിന് മുമ്പ്, അതായത് ഈ ഇദ്ദേഹം കുവൈറ്റിലോ എവിടെയൊക്കെ പോയ സമയത്ത് പലതവണ നിങ്ങൾ വന്നിട്ട് ഈ മരുമകളോട് 2 പ്രാവശ്യം വെച്ചോ വന്ന് പറഞ്ഞിട്ടുണ്ടത്രേ, എൻ്റെ മകനെ നിങ്ങൾ നീ ഒഴിവാക്കിത്താ, ഡൈവോഴ്സ് താ, എൻ്റെ മകന് സ്വസ്ഥമായിട്ട് ഒരു പെണ്ണിനെ കെട്ടിച്ച് അവൻ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് 2 പ്രാവശ്യം നിങ്ങൾ അവരോട്. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മകൻ കുവൈറ്റിലായിരുന്നപ്പോൾ അരിക്കരി, കെട്ടിന് കെട്ട്, പാലിന് പാല്, മീനമ്പലത്ത് ഇവരാദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് ഈ പെണ്ണിനെ ഞാൻ അറിയുന്നത്, ഈ പെണ്ണിന് സംശയരോഗം വെച്ച് എൻ്റെ പെങ്ങന്മാരുടെ മക്കളെയും ഈ കെട്ടിച്ച് തന്ന മരുമോളെയും കൂടെ കൊല്ലം കോടതിക്കകത്ത് പെറ്റീഷൻ കൊടുത്ത സ്ത്രീയാണിത്, മരുമോളാണ്. എന്ത് പെറ്റീഷൻ കൊടുത്തേ? അച്ഛാ ഞാൻ അറിഞ്ഞിട്ടുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എൻ്റെ വീട്ടിൽ പെമ്മക്കളില്ല. കോടതി വെള്ളം കൊണ്ടു കൊടുക്കുന്ന മനുഷ്യനെ, ആ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയുള്ള അഭിഖ്യാതകൾ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മകനെ ഡൈവോഴ്സ് ചെയ്താരണം ഇല്ല, ഒരു കാരണവശാലും ഞാൻ പറയത്തില്ല. എന്നെ കൊന്നാലും തൂക്കിക്കൊന്നാലും എൻ്റെ മരുമോളോടല്ല ഒരു വ്യക്തിയെടുത്തും ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല, എൻ്റെ നാക്ക് തിരിയത്തില്ല. സത്യം. പിന്നെ നിങ്ങൾ അമ്മയാണോ പറഞ്ഞത് എന്ന് വെച്ചാൽ മകന് വേറെ നല്ല അമ്മയും പറഞ്ഞിട്ടുണ്ട്, മാവനും പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ സ്ത്രീയെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറയില്ല. പക്ഷെ ഞാനോ എൻ്റെ മക്കളോ ഇന്ന് ഈ സ്വന്തമായിട്ട് ഞങ്ങളുടെ മൊഴിയല്ല, ഞങ്ങളുടെ നാട്ടിലെന്തായാലും അയൽവക്കക്കാർ ഞാൻ ജീവിച്ചത് അങ്ങനെയാണ്. ഇവളെ നാട്ടിൽ ഞാൻ എങ്ങനെ ജീവിച്ചു, ഇവളെങ്ങനെ സംരക്ഷിച്ചു, അത് സാറിന് ഏത് അന്വേഷണത്തിലും വയ്ക്കാം. ഞാൻ എങ്ങനെയാണ് അവരെ നോക്കിയത്. അപ്പം ഞാൻ പറയുന്നത് കള്ളമായിട്ട് നോക്കണ്ട, അവർ പറയുന്ന കള്ളമായിട്ട് നോക്കണ്ട. അത് വേണ്ട. ജീവിതത്തിൽ ജനലക്ഷങ്ങൾ ഇന്ന് ഇത് അറിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ വരാൻ ഇവിടെ നാട്ടുകാർ തയ്യാറായിരിക്കുന്ന കുട്ടികളെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബബ്ലി ഇറ്റ് വാസ് ട്രൂ. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇനി ഇപ്പൊ ഈ മരുമോളെ തിരിച്ച് വീട്ടിലെടുക്കുന്നതിന് ഞാൻ അതിനാണ് വന്നത്. അത് ഇഷ്ടമാണോ? ഇവർ രണ്ടുപേരും ഈ വാശി വൈരാഗ്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കഥകളെല്ലാം പറഞ്ഞു കെട്ടിക്കുന്നത്. ഈ 2-3 കുഞ്ഞുങ്ങളെ സംരക്ഷണം ഈ 2 പേരും ചിന്തിച്ചു വളർത്തിയിരുന്നു എങ്കിൽ ഇന്ന് ഈ ഗതികേട് കേൾക്കേണ്ടി വരില്ല, ഇവിടെ വരേണ്ട കാര്യം വരില്ല. ഇവർ വാശികളാണ് 2 പേരും കാണിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഓരോരുത്തർ രക്ഷാകർത്താക്കൾക്കുണ്ടായാൽ
ആ കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണം, ഏത് രീതിയിൽ വളരണം, പുള്ളി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ഏത് പ്രകാരത്തിൽ വളരണം പറയുന്നതിന് ഞങ്ങൾ സമ്മതിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഹാർട്ട് പേഷ്യൻ്റ് സമ്മതിക്കണം. തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ കേസ് തെളിച്ച് കിട്ടിയല്ലാതെ ഇത് ഞാൻ ഇവിടെ നിന്ന് വിടത്തില്ല. ഇവള് പറഞ്ഞ വേദന അച്ഛന് നല്ല രീതിയിൽ കൊള്ളുന്നു. ഇവള് പറഞ്ഞ വേദന, ഈ കുഞ്ഞുങ്ങളെ ഈ തരത്തിലാക്കിയത് ഈ ഇവർ രണ്ടുപേരും, ഈ മാതാപിതാക്കളും ഞങ്ങളും. ഞാൻ ഇത്രയും പറഞ്ഞല്ലോ, ഈ തള്ളയ്ക്ക് തന്തയ്ക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നമാണ് ഇതുപോലെ കച്ചേരി, കോടതി, പോലീസ്. ഇല്ല, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം രണ്ടുപേരുടെയും പിടിവാശിയുണ്ട്. രണ്ടുപേരുടെയും പിടിവാശിയാണ് ഇപ്പോൾ ഇവിടെ ഈ വന്നിരിക്കുന്നത്. അതിനാണ് നമ്മൾ കൂടേണ്ടത്, അതാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ വളരും, ഈ കുഞ്ഞുങ്ങൾ വളരേണ്ട സ്ഥിതി എങ്ങനെ? ഈ ചോദ്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ടായിരുന്നത്. നിങ്ങൾ പറയൂ എന്താ ചെയ്യേണ്ടത്. എനിക്ക് ഈ ഇവരെ ഒന്നിച്ച് താമസിക്കണം. ഈ കുഞ്ഞുങ്ങളെ വിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്കുള്ള മാതാപിതാക്കൾ അവര് സമ്മതിക്കണം. ഈ മാതാപിതാക്കൾ എല്ലാവരും പറഞ്ഞു. വിട്ടേക്കൂ. അല്ല, അവരെ വിടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഇതിന്റെ ഈ ജീവിതം, അവരാണ് ഈ ജീവിതം ഈ തരത്തിലാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ആരോപണമാണ്. ഈ ആരോപണങ്ങൾ ഒഴിവാക്കുക. അല്ല, ഇവര് രണ്ടുപേരും അങ്ങ് ആരോപണം ഒഴിവാക്കുക. എനിക്ക് ആരോപണം പറയാൻ ഞാൻ പറയുന്നില്ല, ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. എന്റെ ജീവിതത്തിൽ സംഭവിച്ച എന്റെ കുഞ്ഞുങ്ങളെ ഇനി നമുക്ക് രക്ഷപ്പെടുത്തണം. പക്ഷേ ഞാനിത് ഇപ്പൊ ഈ നിങ്ങളുടെ അച്ഛൻ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ് നിങ്ങളുടെ അച്ഛൻ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് നിങ്ങൾ രണ്ടുപേരും ഉത്തരം പറയൂ. അദ്ദേഹം നിങ്ങളെ എല്ലാം പറയുന്നത്. അച്ഛന്റെ അഭിപ്രായം കേട്ടില്ലേ? അച്ഛന്റെ അഭിപ്രായം വന്നപ്പോഴേ അല്ല, അച്ഛന്റെ അഭിപ്രായം കേട്ടില്ലേ? തീർച്ചയായിട്ടും കേട്ടു. അതാണ് യഥാർത്ഥ അച്ഛൻ. അവിടേക്ക് എത്തിച്ചേരുന്നതിന് ഇനി കുറേയേറെ വർഷങ്ങൾ നിങ്ങൾ താണ്ടണം. ഇത് നിങ്ങൾക്കൊരു ഉപദേശമായിട്ട് മനസ്സിലാക്കിയിട്ട് മുൻവിധിയോടുകൂടി താങ്കളുടെ അച്ഛൻ പറയുന്ന ആ മാർഗത്തിലേക്ക് പോകാൻ ഒരു വഴി നിങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത്. നിങ്ങളെന്ന ഞാൻ ഉപയോഗിച്ചത് അത് ശിവപ്രസാദ് മാത്രമല്ല, നിങ്ങൾ എന്ന പദത്തിൽ രണ്ടുപേരും വിടുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവാം. പക്ഷെ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഇവള് ചെയ്ത പ്രവർത്തനങ്ങൾ, അതായത് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ, ഞാൻ എങ്ങനെ ഇനി അവളെ ഉൾക്കൊണ്ട് എങ്ങനെ ജീവിക്കണം? സാർ അതിനൊരു മറുപടി പറഞ്ഞാൽ. കാര്യം ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ മോൻ്റെ ശൂലംകുത്തിന് അവിടെ ചെല്ലുമ്പോഴത്തേന് എന്നെ പ്രവർത്തിച്ച വാക്കുകളും പ്രവർത്തനങ്ങളും ഇവളെ ജന്മത്ത് ഞാൻ അവളൊപ്പം ജീവിക്കരുതെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്തത്. നിങ്ങൾ അടിച്ചില്ലേ അവര്? എന്നെ അടിച്ചായിരുന്നു. അവരെ ആരാ? അവരെന്നെ അടിച്ചായിരുന്നു. നിങ്ങൾ അവരെ അടിച്ചു? ഇല്ല, എന്റെ കൈ കയറി തട്ടിയതാണ്, എന്നെ പിടിച്ചു മാറ്റിയപ്പോഴത്തേക്ക് എന്നെ ചെരുപ്പൂരി അടിച്ചു. അവസാനം പിന്നെ വണ്ടിയുടെ കിക്കർ ഊരി എന്നെ അടിക്കാൻ നോക്കി. അവിടെ നിന്നവരെല്ലാം ആണുങ്ങളെല്ലാം ഇതിൽ ഇടപെട്ടു. അവരെ ഉപദ്രവിക്കാൻ, ഇവരെ പിടിക്കാൻ ഞാൻ പറഞ്ഞ് വേണ്ട, എൻ്റെ ഭർത്താവും ഞാനുമായിട്ട് തമ്മിലുള്ള കാര്യമാണ്, അത് കുടുംബപരമായിട്ടുള്ള കാര്യം, അത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. നമ്മൾ വളരെ ഓപ്പൺ മനസ്സോടുകൂടി വരേണ്ട ഒരു വേദിയാണിത്, ഇല്ലേ? എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അവസാനിക്കണം ഈ ഒരു കേസ്. അതിനല്ലേ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. ഈ അച്ഛൻ എടുത്ത ഒരു സമീപനം എന്തുകൊണ്ട് ശിവപ്രസാദിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല? കൈ കൊണ്ട് ഒരു മിനിറ്റ് ഭാര്യയുടെ ചെവിയുടെ അടുത്തൂടെ നിങ്ങളുടെ കൈ പോയപ്പോൾ ചോര വന്നു. അപ്പം ഭാര്യ തിരിച്ച് കുറെ അടിച്ചു. ഈ രീതിയിലല്ല സംസാരിക്കേണ്ടത്. ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നു, അടിച്ചു. അത് അങ്ങനെ മറച്ചു വെക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് പറയാം. ഞാൻ ഇന്ന് ഈ ശൂലംകുത്ത് കഴിഞ്ഞിട്ട് ഇവരെ ആൾക്കാരെല്ലാം കൂടെ അവിടെ ആ ഉത്സവമായതിന്റെ പേരിൽ ശകലം മദ്യം കഴിച്ചായിരുന്നു. അതാണ് പ്രധാനം. ഇനിയിപ്പോ ഞാനൊന്നും വിളിക്കുന്നില്ല. അപ്പൊ അത് കഴിച്ച് അവിടെ നിന്നപ്പോഴത്തേനാണ് ഇവള് വന്ന് ഈ പ്രവർത്തനങ്ങൾ. അവളെ ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്. മക്കളില്ല, മക്കൾ ഇവളെ കൂടെയാണ് വരുന്നത്, എൻ്റെ കൂടെ ഇല്ലായിരുന്നു. മക്കളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഇവർക്കുള്ള ഈ ഒരു ഇത്. അപ്പോൾ ആ ഒരു കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വേദിയിൽ വന്നാണ് അവരെ ആൾക്കാർ എല്ലാവരും കൂടെ കൂടിയാണ് എന്നെ ഈ പ്രവർത്തനം ചെയ്തത്. പിന്നെ ചെയ്യാന്ന് മാത്രമല്ല, ഇവളെന്നെ വണ്ടി പിടിച്ച് തള്ളി കല്ലെടുത്ത് എറിഞ്ഞാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞത്. 2 പാറക്കല്ല്. നിന്റെ നാട്ടിൽ പോയി നിന്റെ തന്തയായിട്ട് ജീവിച്ചോ മറ്റേ മോനെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ എറി. ഈ ഇരിക്കുന്ന ദുഷളയല്ല ആ സമയത്ത്, ഈ നിൽക്കുന്ന ആൾക്കാരല്ല അവിടെ ഈ പ്രകടനങ്ങൾ. എങ്കിൽ പിന്നെ ശിവപ്രസാദ് ഒരു കാര്യം ചെയ്യാം, നമുക്കിവർ ഡോക്ടറെ കാണിക്കാം. തീർച്ചയായിട്ടും അതാണ് നല്ലത്. മാനസികമായിട്ട് ഇനിയിപ്പോ അവര് ഈ ദുശ്ശല അല്ലാതെ മാറുന്നുണ്ട്. അവരെ പ്രകടനങ്ങൾ അങ്ങനെയാണ്. അത് സാറിന്റെ മുന്നിൽ എനിക്ക് അത് തന്നെയാണ് അവര് നിങ്ങളെ പറ്റി പറയുന്നത്. അപ്പൊ ഇതല്ലേ ഞങ്ങൾ ആരെയും വിശ്വസിക്കണ്ടേ? അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. എന്റെ പ്രവർത്തനം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയുന്നില്ല, അവർക്ക് അവരെ പറ്റി അറിയുന്നില്ല. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയുന്നില്ല. അങ്ങനെയാണോ ഒരു ദാമ്പത്യ ജീവിതം വേണ്ടത്? അല്ല, പിന്നെ അങ്ങനെയല്ല ഞങ്ങൾ ജീവിച്ചിട്ടുള്ളതും. എന്നോടൊപ്പം ജീവിക്കുന്ന സമയത്ത് അവൾ എനിക്കുള്ള വരുമാനത്തിലല്ല ഞാൻ കൊണ്ടുവന്നാണ് ഞാൻ അവൾക്ക് വില ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവൾ ഇന്നത് വരെ എൻ്റെ ജീവിതത്തിൽ നിന്നപ്പോൾ എൻ്റെ വരുമാനത്തിൽ നിന്നപ്പോഴത്തേനും ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്നതിൽ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മറക്കണോ?
3-ാം ദിവസം ഈ സ്വർണം കൊടുത്തതിൻ്റെ പേരിൽ തുടങ്ങിയ വഴക്കാണ് ഈ 2002 തൊട്ട് 2018 വരെ ഉള്ളത്. സാറേ അത് അപ്പൊ നിങ്ങൾ വേല ചെയ്ത് കൊടുത്തു, നിങ്ങൾ സന്തോഷമായി ജീവിച്ച നിമിഷങ്ങളില്ലാന്ന് രണ്ടുപേരും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറയുന്നത് രണ്ടുപേരും അതുപോലെ നന്നായി ജീവിച്ചവരാണെന്ന്. ഇതിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ മാറ്റി പറയുമ്പോൾ ഞങ്ങൾ ഇതിൽ ഏതാ ശരിയെന്ന് എടുക്കേണ്ടത്? അല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചതിന് ശേഷം ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ചെയ്ത അനുഭൂതിയാണ് അവളൊരു പറഞ്ഞത്. അന്ന് ഈ വഴക്കുണ്ടാവാൻ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ ഒരു ഭാര്യയ്ക്ക് ഒരു മനമാറ്റം വരുന്നതിന്റെ കാര്യം എന്താ? അല്ല, അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഞാൻ ഇവിടുന്ന് വെളിയിൽ പോയപ്പോഴത്തേന് കിട്ടിയ ആ സ്വാതന്ത്ര്യമായിരിക്കാം. അതുമല്ല, എന്റെ അമ്മയുടെ മരണത്തിന് വന്നപ്പോഴത്തെല്ലാം ഇവള് പറഞ്ഞിട്ടുണ്ട്, എന്നെ മരണകാലം വരെ അവള് ഗൾഫിൽ. ഇവര് റിസോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ഫോറിനറിനെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവരെ അധിക്ഷേപിച്ചിട്ടില്ലേ? പറഞ്ഞ് സായിപ്പുമായിട്ട് ഫോട്ടോ എടുത്തത് ഫിലിമിൽ വരെ കണ്ടെന്ന് പറഞ്ഞു. 3 മക്കളെ സത്യം കണ്ട പരസ്യമായിട്ട് തന്നെ പറഞ്ഞത്. ജോലിയിൽ എന്റെ നിലയിലല്ല അവള് നിന്നത്. എന്റെ അടുത്ത് ചോദിച്ചിട്ടല്ല, ഒരു ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ടല്ല അവളെ ലോകത്തേക്ക് പോയി. ഞാൻ ഇത് അറിയാത്ത സംഭവങ്ങൾ എന്റെ മേക്കിട്ട് നിങ്ങൾ ചെലവിന് കൊടുക്കുന്നില്ലേ? കുട്ടികളുടെ കാര്യം നോക്കുമ്പോ ഭാര്യക്ക് ജോലി എടുത്ത് ചെലവിന് കൊടുക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞേ? കഴിഞ്ഞ മാസം വരെ എന്റെ മക്കള് പറയട്ടെ, എല്ലാ കാര്യങ്ങളും അവർക്ക് നിറവേറ്റി കൊടുക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ ചെലവിന് അവർക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് ഇതുവരെ ഇപ്പം കൊടുത്തതിന് ഈ തെളിവുകളില്ല. എന്റെ മക്കൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരേ ഉള്ളൂ. പക്ഷെ നിങ്ങള് സൗകര്യമായിട്ട് ഒരു കാര്യം മറക്കുന്നു. നിങ്ങൾ തമ്മിൽ ഇതൊന്നും നായിക്കോ, പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഈ കുട്ടികളെ പിടിച്ചിട്ട് അവരുടെ ജീവിതം എന്തിനാ ദുസ്സഹമാക്കുന്നത്? അതാണ് കുട്ടികളുടെ ജീവിതം ഞാൻ ഒന്നും ആക്കുന്നില്ല. കുട്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. അല്ല, കുട്ടികൾക്ക് അച്ഛൻ മാത്രം പോരാ, അമ്മയും വേണം. തമാശയുടെ തൃശൂർ പൂരത്തിന് അരങ്ങൊരുങ്ങുന്നു. ഹാസ്യോത്സവ ആഘോഷത്തിന് മേളക്കൊഴുപ്പുമായി അവരെത്തുന്നു. കോമഡിയുടെ കമ്പക്കെട്ടുമായി നെൽസൺ, ചിരിയുടെ മാലപ്പടക്കവുമായി ഉല്ലാസ് പന്തളം, തമാശയുടെ കുടമാറ്റവുമായി ബിനു അടിമാലി. അതെ, ഒപ്പം അവതാരകയായി മിനി സ്ക്രീൻ രാജകുമാരി അശ്വതിയും. കോമഡി രാജാക്കന്മാരോടൊപ്പം മിനി സ്ക്രീനിൽ ആദ്യമായി പ്രേക്ഷക പങ്കാളിത്തവും കൂടിച്ചേരുന്ന കോമഡി ഷോ. തമാശയുടെ പുതുപുത്തൻ മസാലക്കൂട്ടുമായി കോമഡി മസാല. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. തീർച്ചയായിട്ടും വേണം. പക്ഷേ അത് അമ്മ ആദ്യം ചിന്തിക്കണം. അച്ഛൻ ചിന്തിച്ചിട്ടുണ്ട്. അച്ഛൻ ചിന്തിച്ചെന്റെ അച്ഛൻ ചെയ്ത ഫലം ഇല്ല, അമ്മ ചിന്തിച്ചിട്ടില്ല. അമ്മ ചെയ്തത് അവർക്ക് കിട്ടിയ ആ ഫ്രീഡവും അവർക്ക് കിട്ടിയ അഹങ്കാര ബുദ്ധിയാണ്. അവർക്ക് അവളെ നിർത്താനുള്ള ആൾക്കാരുണ്ട്, അവളെ അച്ഛനും അമ്മയുണ്ട്, അവരുടെ സഹോദരങ്ങളുണ്ട്. നമ്മളെ വീട്ടിൽ നിൽക്കുന്നു. എനിക്ക് നിൽക്കാൻ ഞാൻ ഒരു രാത്രി മാത്രമാണ് എന്റെ വീട്ടിൽ കയറി. എന്റെ ഭക്ഷണം, എന്റെ കാര്യം കംപ്ലീറ്റ് ഞാൻ എന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അതുപോലെ എന്റെ മക്കളെ കാര്യം നോക്കുന്നുണ്ട്. അവരുടെ വീട്ടിലല്ലല്ലോ കുറെ കാലം നിങ്ങൾ എല്ലാരും കൂടെ വാടകയ്ക്കല്ലേ വീട്? ആ ജീവിതത്തിൽ എന്റെ രക്ഷകർത്താക്കള് അവർക്ക് വേണ്ടി ഹെൽപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളെ ജീവിക്കാൻ അവരുടെ സഹായം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സഹായം എനിക്ക് അങ്ങോട്ടേ ഉള്ളൂ, ഇങ്ങോട്ടില്ല. എനിക്ക് അവരുടെ സഹായം വേണ്ട. ശിവപ്രസാദ്, നിങ്ങളിപ്പോ പറയുന്നത് ഇവരെ പേടിയാണ് ഇനിയുള്ള ജീവിതം. കഴിഞ്ഞ വർഷങ്ങൾ മരണത്തിന് വരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ച ഇത്രയും കാലം അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലേ? വഴക്ക് കൂടിയിട്ടില്ലേ? അവര് ക്ഷമിച്ചിട്ടില്ലേ? സാറേ, അച്ഛനും അമ്മയും ജീവിച്ചാൽ അവർക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴുള്ള എന്റെ ഭാര്യയ്ക്ക് സംസ്കാര ബോധമില്ല. എന്റെ അമ്മയെ വരെ കൂട്ടി പറഞ്ഞ സ്ത്രീയാ. ഞാൻ എങ്ങനെ ജീവിക്കും? ആ സംസ്കാര ബോധത്തിനാണ് ഡോക്ടറെ കാണിക്കാൻ രണ്ടുപേരും പോയി നല്ലോണം ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയാൽ കൊല്ലത്തെ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് കൗൺസിലിംഗ് അല്ല, ഏതായാലും കൗൺസിലിംഗിന് തന്നെ ഇത് തന്നെ ഞങ്ങളുടെ ഇവിടെ പറഞ്ഞത് മാനസികമായിട്ട് ഡോക്ടറെ അടുത്ത് കാണിക്കണം. ഡോക്ടറെ കാണിച്ച് രണ്ടുപേരും പോയി ഡോക്ടറെ. പക്ഷേ ഇവിടെ ഡോക്ടറെ കാണിച്ചിട്ട് എന്റെ ഭാര്യയോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും കഴിച്ചില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവരെ ഒഴിവാക്കണം എന്നുള്ള ഒരു ഒറ്റ അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. എനിക്കിപ്പോ ഒഴിവാക്കണമെന്നില്ല, എന്റെ മക്കളെ സംരക്ഷണം ഞാൻ ഏൽക്കും. ഏത് ഒഴിവാക്കാതെ ഇവരില്ലാതെ നിങ്ങൾക്ക് 3 മക്കളില്ലല്ലോ. എനിക്കറിയത്തില്ല. കാര്യം ഞാൻ അവളെ വിളിച്ച കാര്യം 3 വർഷം എന്റെ ജീവിതം എങ്ങനെയാണെന്ന് പോലും ചോദിച്ചത്. നിങ്ങൾക്ക് ഈ 3 സന്താനങ്ങളുണ്ടായത് നിങ്ങൾ ഒരുമിച്ചല്ലല്ലോ. അല്ലല്ല, അവരുടെയും സാന്നിധ്യത്തിലല്ലേ. അപ്പൊ അവരെ സംരക്ഷിക്കാൻ അവരെ സംരക്ഷിക്കാൻ മാത്രം തയ്യാറാകുക, അവരെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഏത് രീതിയാ? അല്ല, അവർക്കതായ രീതി അവർ ജീവിക്കുമെന്ന് എന്റെ മുഖത്തോക്കി പറഞ്ഞു. എന്നെ കല്ലെടുത്തെറിഞ്ഞ് എന്നെ ആക്ഷേപിച്ച് വിട്ട് അവരെ പറഞ്ഞിട്ടുണ്ട്. അല്ല സാറേ, എന്റെ ജീവിതം വിട്ട് പന്താടി. എന്റെ പാസ്പോർട്ട് വരെ അവളെ കയ്യിലായിരുന്നു. എന്റെ പാസ്പോർട്ട് വരെ എടുത്ത് കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞ ആദ്യം.
കോടതിയിൽ മുമ്പായി അവരെ സുഹൃത്തുക്കൾ. ഇപ്പൊ അറിയുന്ന 7000 രൂപയ്ക്ക് അവളെ മാവന്റെ മോളെ വീട്ടിൽ പണയം വെച്ചിരിക്കുന്നു പറഞ്ഞു. പാസ്പോർട്ട് കൊല്ലം SP ഓഫീസിൽ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കടക്കൽ കൊടുത്ത് 1.5 വർഷം ഇറക്കി. അവിടെ നിന്നാണ് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് എടുത്തത്. ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് നിൽക്കുകയാണ്. എനിക്ക് അവിടെ നിന്ന് സാറ് പറഞ്ഞ് അവർ പറഞ്ഞ് ഞാൻ കടക്കൽ സ്റ്റേഷനിലേക്ക് കൊടുത്തു. എൻ്റെ പാസ്പോർട്ട് ജീവിതം വരെ നശിപ്പിച്ച സ്ത്രീയുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? സാറ് പറ. എൻ്റെ പാസ്പോർട്ടാണ് കാര്യം. അവർക്ക് എല്ലാ രേഖകളും ഞാനിവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്തതിൻ്റെ ഫലമാണ് അവൾ എന്നെ കാണിച്ചു കൂട്ടിയത്. കമലഹാസൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ മൂത്ത മകൻ വന്ന ഒരു പ്രാവശ്യം ഇവർ പിണങ്ങി നിന്നപ്പോൾ ഇവരെ നിർബന്ധമായിട്ട് 3 കുട്ടികളെയും വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നിർബന്ധമായിട്ട് വന്നില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതെന്തിനായിരുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അതും ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് ചിലവിന് പൈസ കൊടുക്കില്ലായിരുന്നു. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എടാ കുഞ്ഞുങ്ങൾ പോയിട്ട് ഇത്തിരി ദിവസമായി, അവരിങ്ങനെ പോയെങ്കിലും അവർക്ക് 10 പൈസ കൊടുത്തില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ, അണ്ണൻ അവിടെ പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ വിവരം അറിഞ്ഞ് കുറച്ച് പൈസ ഇവൻ ചിലവിന് കൊടുത്തയച്ചു. ഈ പൈസയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഇവനില്ല കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അലുകാരനാണ്, വലിയൊരു പ്രയാസമൊക്കെ ആയിപ്പോയി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പൈസ കൊണ്ട് പറഞ്ഞയച്ച ആൾ കൊണ്ട് കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞയച്ച ആൾ ഞാൻ ഒരു തൊട്ടി വെള്ളം കോരി തലയിൽ ഇങ്ങനെ ഒഴിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ 2 പേര് ആ ഇളയെ ചെറുക്കനെ എടുത്ത് മോൻ തട്ടയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരൊറ്റ തൊട്ടി വെള്ളമൊക്കെ കിണറ്റിൽ നിന്ന് കോരി തലയിലൊഴിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു 3 എണ്ണവും കൂടെ എൻ്റെ മുന്നിൽ നിൽക്കുന്നു. എനിക്കെന്ത് മനോഹരമായി പോയെന്ന് ആ സീനറി കാണുമായിരുന്നു. എൻ്റെ മക്കളെ നീ വന്നോ? അപ്പോൾ ഇദ്ദേഹം അങ്ങ് റോഡിലിരിക്കുക. ഇയാൾ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് എന്തിനു വന്ന് ഒരാൾ വിളിച്ചിട്ട് വന്നു, അണ്ണാ ഇതിനാണോ പോയതെന്ന് ചേട്ടനെ ശാസിച്ചു. ചിലവിനൊന്നും കൊടുക്കും. ഈ മരുമോക്ക് വേണ്ടി എൻ്റെ ഭാര്യയെ കൊണ്ട് 3 അടുപ്പിൽ ഒരു കലം അങ്ങോട്ട് വെച്ച്, നിങ്ങൾ വേറെ വെച്ചോടെ, ബുക്കും കുഞ്ഞിന് ഞാൻ കൊടുത്തോളാം ചിലവ്. ആ 3 അടുപ്പിൽ പാത്രം വെച്ച് ഭക്ഷണി മാറ്റിയ മാമനാണ് ഞാൻ. അങ്ങനെ വളർത്തി താലോലിച്ച് നിൽക്കുന്ന കൂട്ടത്തിലാണ്. അവരുടെ വീട്ടിൽ പോകുമ്പോൾ എന്നും ഇത് തന്നെ, എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അതില്ല. അതെന്താ അങ്ങനെ വരുന്നത് സാറേ? ഇന്ന് വിവിധ മേഖലകളിൽ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മേജർ രവി അവതാരകനായി എത്തുന്ന ഉണരുന്ന കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് ഉണരുന്ന കേരളം. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കോടതി, പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത്, അല്ലെങ്കിൽ അവർ തമ്മിൽ അടിയായി പിടിയായി. ഇതാണ് എന്താ അവരുടെ വീട്ടിൽ അങ്ങനെ വരുന്നത്? ഈ 16 വർഷം കൊണ്ടും അങ്ങനെ. എൻ്റെ വീട്ടിലത് കാണുന്നില്ലല്ലോ. ഇത് ചോദിക്കാം. അപ്പം ഇവർ പറഞ്ഞതും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? വിളിച്ചോണ്ട് പോകാനുള്ള കാരണം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ജീവിതത്തിൽ ഇവരെ 2 പേരുടെയും വാശി തീർത്ത് പൂർണ്ണമാക്കി ഈ കുഞ്ഞുങ്ങളെ ഇവൻ 3 സെന്റ് സ്ഥലം മേടിച്ചു. അവര് ഭർത്താവിനെ വേണം, കുട്ടികളെ നോക്കണം എന്നൊക്കെ അവര് പറയാം. നിങ്ങളുടെ മകനാണ് പറ്റില്ല പറയണേ. എന്റെ ജീവിതത്തിൽ ഈ ഭയം കൊണ്ട് പറയുന്നില്ലേ സാറേ, വീട് വെച്ച് തീർന്നില്ല. വീട് വെച്ച് തീർന്നില്ല. ആ വീട് തീർച്ചയായി പോകുന്ന സമയത്ത് ഈ പെണ്ണിന്റെ പേരിലാണ് എഴുതി കൊടുത്തിട്ട് പോയത്. ഇവക്ക് വീട് അവളെ പേരിലാണ് എഴുതി കൊടുത്തിട്ട് പോയത്. അവളാണ് ബില്ല് മാറിയത്. നിങ്ങളുടെ ഭാര്യക്ക് കിട്ടിയ എനിക്ക് വീട് കിട്ടിയായിരുന്നു, ഇവന് വസ്തു കിട്ടി. വീട് വെച്ചോണ്ടിരിക്കണേ. അല്ലല്ല, ആ വീട് പേർച്ച് പോകുമ്പോൾ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് പോയി. ആ വസ്തു കൂടെ എഴുതി കൊടുത്തു. അത് 2 ലോൺ മാറ്റിക്കൊണ്ട് പുള്ളി വലിയ പഞ്ചായത്തിൽ. ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്തിന് വീട് ആരെങ്കിലും പേര് എഴുതി വെച്ചെങ്കിലേ ബില്ല് മാറും. അത് ഇവളെ പേരിൽ വെച്ച് ആ ബില്ല് മാറി, അതും കൊണ്ട് അവളങ്ങ് പോയതാ. പിന്നെ ഇതുവരെ 20,000 കൊടുക്കുന്നതാണ്. രണ്ടാമത് എന്റെ അമ്മ മരണപ്പെട്ട് വന്നിട്ടാണ്. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ബില്ല് മാറി ഞാൻ അവിടെ അതിപ്പോ എന്താകട്ടെ, ബില്ല് മാറിയതൊക്കെ നീ തന്നല്ലോ, നിന്റെ പേരിൽ എഴുതി തന്നിട്ടാണല്ലോ പോയത്. ഞാൻ അല്ലാതെ 10 പൈസ ഞാൻ എടുത്തിട്ടില്ല. അത് പൈസയുടെ മുന്നിൽ ഇവള് കള്ളത്തരമേ പറയൂ. ഇപ്പൊ തന്നെ പൈസയുടെ മുന്നിലെല്ലാം മൊത്തം കള്ളത്തരം. ഇല്ല, അവര് കള്ളത്തരം പറഞ്ഞു എന്നല്ല പറഞ്ഞത്. അവർക്ക് ഒരു രേഖയും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. കള്ളത്തരം പറഞ്ഞു. ഗൾഫിൽ നമുക്ക് 2 വർഷം കൊണ്ട് ഞാൻ പൈസ അയക്കുന്നില്ല. പൈസ അയച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. 16,000
20,000 ഒന്നും അയച്ചിട്ടില്ല. 16,000 അയക്കാത്തോണ്ടാണോ ഞാൻ ഇവര് ഏത് രീതിയിൽ കള്ളത്തരത്തിലൂടെയാണ് പോകുന്നത്? നിങ്ങൾ പൈസയുടെ കാര്യത്തില് ക്ലിയർ ആയിട്ടും ഇവിടെ അല്ല ഇവിടെ പറഞ്ഞത്. ലോകത്തിലേക്ക് എനിക്ക് ജീവിക്കാൻ പരസ്പര വിശ്വാസമാണ് സാറേ ഒരു ജീവിതം. അത് സാറിനായാലും എനിക്കായാലും എന്റെ ഭാര്യയെ കൊണ്ട് എനിക്ക് പരസ്പര വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@amritatv.com.